ഹിമാചൽ യാത്രാവിശേഷങ്ങൾ തുടരുന്നു. ഷിംലയിലെ ഒരു ഹോം സ്റ്റേയിൽ രാത്രി തങ്ങിയ ശേഷം രാവിലെ ഞങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങി. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളും സംസ്കാരങ്ങളും സമ്മേളിക്കുന്ന പ്രദേശമായ റിഡ്ജ്, അതിനോട് ചേർന്ന് കിടക്കുന്ന കച്ചവട കേന്ദ്രമായ മോൾ സ്ട്രീറ്റ്, 1857 സ്ഥാപിതമായ ക്രൈസ്തവ ദേവാലയം, ഗോത്തിക് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, ഇതിലൂടെയെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. അതിനിടയിൽ അവിടുത്തെ പരമ്പരാഗത ശൈലിയിലുള്ള വസ്ത്രം ധരിച്ച് കുറച്ച് പടവും പിടിച്ചു. പിന്നീട് നേരെ കിന്നോർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സംഗ്ല താഴ്വരയിലേക്ക്. ഷിംലയിൽ നിന്ന് 215 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം സംഗ്ലയിലെത്താൻ. യാത്രയുടെ ഇടയ്ക്ക് എപ്പോഴോ മഴയോടൊപ്പം ചന്നം ഭിന്നം ആലിപ്പഴം വർഷിച്ചു. റോഡിന് ഇരുവശവും കിടക്കുന്ന ഐസ് കട്ടകൾ ഞങ്ങൾക്ക് കൗതുക കാഴ്ചയായി. സംഗ്ലയിലെ സോസ്റ്റലിൽ ഞങ്ങൾ എത്തിയത് രാത്രി 10 മണിക്ക്. രാജ്യത്തുടനീളമുള്ള ഹോസ്റ്റൽ ശൃംഖലയാണ് സോസ്റ്റൽ. സോസ്റ്റലിലെ വാസം തികച്ചും സുരക്ഷിതവും സൗകര്യപ്രദവുമായി അനുഭവപ്പെട്ടു. മാത്രമല്ല, പരിസരത്തെ ആപ്പിൾ മരങ്ങളിൽ ചാർത്തിയിരിക്കുന്ന തൂക്കുവിളക്കുകൾ രാത്രിയെ കൂടുതൽ മനോഹരമാക്കി. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ട ഹോസ്റ്റൽ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആപ്പിൾ തോട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു സുന്ദര സൗധം. ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് പുലർച്ചെ 5 മണിയോടെ ഇവിടെ നേരം പരപരാ വെളുക്കുന്നു എന്നതാണ്. വാതിൽ തുറന്ന് പുറത്തേക്ക് തല നീട്ടിയപ്പോൾ കണ്ടത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച. ഹോസ്റ്റലിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞു പുതച്ചു കിടക്കുന്ന ഹിമാലയൻ മലനിരകൾ. ഞങ്ങളുടെ ആദ്യത്തെ ഹിമാലയൻ ദർശനം. അവിടെ നിന്ന് ഇറങ്ങി പ്രഭാത ഭക്ഷണത്തിനായി ഹോട്ടലിൽ കയറിയപ്പോൾ അങ്ങകലെ രച്ചം ഗ്രാമം. ദൂരക്കാഴ്ചയിൽ പോലും രച്ചം ഞങ്ങളുടെ മനം കവർന്നു. സ്വച്ഛന്തം വീശുന്ന കാറ്റിന്റെ ശീതളിമയിൽ ബാസ്പ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിന്റെ മനോഹാരിതയിൽ മുഴുകി ഒരുപാട് നേരം ഞങ്ങൾ അവിടെയിരുന്നു. കണ്ടത് സുന്ദരം, കാണാനിരിക്കുന്നത് അതിസുന്ദരം. അതെ, അതിസുന്ദരമായ ചിറ്റ്കുൾ ഗ്രാമത്തിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. പടുകൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ വീതി കുറഞ്ഞ സാഹസിക വഴികൾ താണ്ടി ഞങ്ങൾ ചിറ്റ്കുളിലെത്തി. ചിറ്റ്കുളിന് ഒരു വിശേഷണമുണ്ട്. ഇന്ത്യാസ് ലാസ്റ്റ് ഇൻഹെബിറ്റഡ് വില്ലേജ്, ഇന്ത്യയിലെ മനുഷ്യവാസമുള്ള അവസാനത്തെ ഗ്രാമം. ഈ ഗ്രാമത്തിനപ്പുറം ടിബറ്റ് അതിർത്തിയാണ്. കേവലം 800-ൽ പരം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. തികച്ചും വിഭിന്നമായ ആചാരങ്ങളും സംസ്കാരങ്ങളും പാലിച്ചു പോകുന്ന ഒരു ഗ്രാമീണ ജനതയെ ഞങ്ങൾക്കവിടെ ദർശിക്കാൻ കഴിഞ്ഞു. ആ ഗ്രാമത്തിന്റെ ശക്തിയായി വർത്തിക്കുന്ന മദീദേവിയുടെ ക്ഷേത്രവും ഞങ്ങൾ കണ്ടു. ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം പ്രസാദമായി നൽകുന്നത് ആട്ടിൻ മാംസവും ചോറുമാണ്. സന്ദർശകരായ ഞങ്ങൾക്കും പ്രസാദം വിളമ്പാൻ അവർ മടിച്ചില്ല. ഇവിടെയുള്ള വീടുകളിൽ ഏറിയ പങ്കും കല്ലുകളും തടികളും കൊണ്ട് നിർമ്മിച്ചവയാണ്. ചിലതിന് ടിൻ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയുമുണ്ട്. ഉരുളക്കിഴങ്ങ് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഉപജീവന മാർഗം. ചിറ്റ്കുളിനെ ലോകം അറിയുന്നത് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമായി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ജൈവ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന നിലയ്ക്കുമാണ്. ആധുനിക സൗകര്യങ്ങൾ ഏറെയൊന്നും എത്തി നോക്കിയിട്ടില്ലാത്ത ഈ കൊച്ചു ഗ്രാമം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. പ്രാദേശിക സംസ്കാരത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ അവ മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അക്കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു മുഖവും ഞങ്ങൾ കണ്ടു. സിമ്രൻ. സംഗ്ലയിലെ ഒരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് സിമ്രൻ. ഇവിടെ വികസനത്തിന്റെ ലക്ഷണങ്ങളായി ആകെ അടയാളപ്പെടുത്താവുന്നത് BSNLന്റെ ടവറും ഒരു സർക്കാർ വിദ്യാലയവും മാത്രം. ഇതിനരികിലൂടെ ഒഴുകുന്ന ബാസ്പ നദിയുടെ കളകളാരവം. നനുത്ത കാറ്റേറ്റ് ഈ നദീതീരത്ത് ഞങ്ങൾ അലസമായിരുന്നു. അപ്പോഴേക്കും തണുപ്പിന്റെ ശക്തി കൂടി വന്നിരുന്നു. നേരിയ ചാറ്റൽ മഴയും.
ധരിച്ചിരുന്ന സ്വെറ്ററിനും കുളിരകറ്റാൻ സാധിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു കൊച്ചു ഹോട്ടലിലേക്ക് ഓടിക്കയറി. അവിടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ചെറിയ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരുന്നു. അവിടെ നിന്ന് ദാൽക്കറി കൂട്ടി ഉച്ചയൂണും കഴിച്ചു. ഒരിക്കലും മറക്കാത്ത ഒരു പിടി ഓർമ്മകൾ നെയ്തെടുത്ത് ഞങ്ങൾ രാത്രി താമസത്തിനായി റെക്കൻ പിയോയിലേക്ക് തിരിച്ചു.